അനു ആണോ ജയിച്ചത്, അനുവിന്റെ PR ആണോ ജയിച്ചത്? ഇതൊരു വലിയ ചർച്ചയാണെന്നുള്ളതാണ്. എന്തിനാണ് ഇനി ആ ചർച്ച? ഞാൻ അവസാനിപ്പിച്ചു. ഇനി എന്തെങ്കിലും ഒരു കോട്ടാമ്പട്ടി വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഞാൻ അത് എടുത്തിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിത് നിർത്തുകയാണ്. ഇനി എന്തിനാണ് ആ ബിഗ് ബോസിന്റെ റിവ്യൂ കുറിച്ച് പറയുന്നത്? കഴിഞ്ഞല്ലോ. അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ സന്തോഷമുള്ളവരുണ്ട്, സന്തോഷമില്ലാത്ത ആളുകളുണ്ട്. തമ്മിൽ തമ്മിൽ ചളി വാരി എറിയാതിരിക്കുക. അനീഷേട്ടൻ കപ്പ് അടിക്കാത്തത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. തൊപ്പിയൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ട് പോലും കപ്പടിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടു. അവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ അവസാന നിമിഷത്തിൽ ഒരാൾ വന്നിട്ട് കുറെ സംസാരിച്ചു കഴിഞ്ഞാൽ വോട്ട് അല്ലാണ്ട് പറയുന്നില്ല. പക്ഷെ എത്ര വോട്ട് കിട്ടി എന്നുള്ള ഒരു കൃത്യമായ കണക്ക് ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറയണം കേട്ടോ. എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എത്രയോ കോടി വോട്ടുകൾ ഇപ്രാവശ്യം വന്നു എന്നൊക്കെ ലാലേട്ടൻ പറയണതൊക്കെ ഞാൻ കേട്ടു. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര നേരം നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഏകദേശം 3.5 മണിക്കൂറിന്റെ അടുത്ത് ലൈവ് ആയിരുന്നു. ഏകദേശം 56,000 മുകളിൽ ആളുകൾ അത് കാണും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം ആളുകൾ അത് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വരുന്നത്. ഞാൻ ലൈവ് ചെയ്ത് മൊത്തം കാണുകയും ആളുകളെ കാണിക്കുകയും ചെയ്തു. ഒരുപാട് ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ അത് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഹോട്ട്സ്റ്റാർ ഒന്നും ഇല്ലാത്ത ആളുകൾ, അവരൊക്കെ അത് കണ്ട് അതിൽ നല്ല കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവരെ ഞാൻ വെറുപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയില്ല അത്രമാത്രം ലൈവിലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ. എന്റെ തൊണ്ടയൊക്കെ പോയി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, തമ്മിൽ തല്ലണ്ട. കഴിഞ്ഞല്ലോ. അനീഷേട്ടൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി തെറി വിളിക്കേണ്ട കാര്യമില്ല. അനുമോളുടെ ഫാൻസ് വന്നിട്ട് ഇങ്ങോട്ട് തെറി വിളിക്കേണ്ട ആവശ്യമില്ല. ഇത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, തെറികൾ അയച്ചിട്ടുണ്ട്. തിരിച്ച് അങ്ങോട്ട് നല്ല കിണ്ണം കാഴ്ച സാധനങ്ങൾ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ആലോചിച്ച്, ഇവർ പറയട്ടെ, ഇവരുടെ സമയവും ഇവരെ പൈസയും ചെലവഴിച്ചിട്ട് ആവശ്യമില്ലാതെ അനുമോള് ജയിച്ചതെന്ന് ഇവർക്ക് 5ന്റെ കായ് കിട്ടൂല, അനീഷേട്ടൻ ജയിച്ചാൽ 5ന്റെ കായ് കിട്ടൂല. പിന്നെ ഇഷ്ടം എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് വോട്ട് കൊടുത്തിട്ട് അവരങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. തൊപ്പിയാണ് സംസാര വിഷയം പല ആളുകൾക്കും. തൊപ്പി ഒറ്റ ആൾ വിചാരിച്ചാൽ ഒരുപാട് വോട്ടുകൾ മറിയില്ല. പക്ഷെ എന്നാലും ഒരുപാട് പിന്നിൽ നിന്നിട്ട് ആളെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ ഒരു സാധ്യത അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് വീടിന്റെ അകത്തേക്ക് ആദ്യം കയറിയ മനുഷ്യനാണ് ഈ പറയുന്ന ഈ കോമൺ മാൻ ആയിട്ടുള്ള മനുഷ്യൻ. അയാള് അകത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഏറ്റവും അവസാനം തന്നെ തിരിച്ചു വന്ന് ഏറ്റവും മുന്നിൽ തന്നെ പോവുകയും ചെയ്തു. കപ്പ് കിട്ടേണ്ട ഒരാളായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം വിളിച്ചു പറയാനുണ്ട്. ഇത് കാണിച്ചില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോകും, അല്ലെങ്കിൽ ഒരു വലിയൊരു തെമ്മാടിത്തരായി പോകും. അതുകൊണ്ടാണ് ഇത് ബിഗ് ബോസ് നടക്കുന്ന സമയത്താണ് കിട്ടിയത്. 1,00,000-ന്റെയാണ്, പക്ഷെ 2,00,000 ആയപ്പോഴേക്ക് കിട്ടിയ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം വൈകിയതാണ്. ഇത് നിങ്ങൾ എനിക്ക് നേടിത്തന്നതാണ്. നിങ്ങളാണ് എനിക്ക് ഈ ഒരു പ്ലേ ബട്ടൺ വാങ്ങി തന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് കുറെ കാലങ്ങളായിട്ട് ഞാനിവിടെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും ബിഗ് ബോസിനെ കുറിച്ചുള്ള വിഷയങ്ങൾ മാത്രമല്ല, പല വിഷയങ്ങളും ഈ ഭൂമിക്ക് ചുറ്റുമുള്ള, ഭൂമിക്കകത്തുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണെന്നുള്ള. വേർത്ത് ഞാൻ കുളിച്ചേ, ഒരുപാട് നേരമായിട്ട് ലൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, അവസാനിച്ചു. അതിനിടയിൽ ബിഗ് ബോസിന്റെ ആളുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുപാട് ആളുകളുടെ ഉപജീവനമാർഗമാണ് ബിഗ് ബോസിന്റെ ഈ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ. ഈ ഒരു പ്രാവശ്യം അവര് വല്ലാണ്ടൊന്നും പണി തരില്ല, പക്ഷെ അടുത്ത പ്രാവശ്യം നല്ല പണി തരുമെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതൊരു 8ന്റെ പണി ആയിരിക്കും. 8ന്റെ പണിയാണല്ലോ അടുത്തത്. അപ്പൊ ലാലേട്ടൻ പറയും ചെയ്ത് അടുത്ത 8ന്റെ പണി ഇപ്പോഴത്തെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. ഒരുപാട് കോമണേഴ്സ് ആയ ആളുകൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ വട്ടത്തെ പോലെ സീരിയലിലെയും കുറെ സിനിമയത്തെ ആളുകളെ കൊടുത്തിട്ട് ഒരുപാട് ഫേമസ് ആയ ആളുകൾക്ക് കപ്പ് വാങ്ങി കൊടുക്കുന്ന പരിപാടിയോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ വിനു എന്നൊക്കെ വിനു പറഞ്ഞ ആളുകളുടെ പോലെയുള്ള ആളുകൾക്ക് PR കൊടുത്തിട്ട് യുവജനോത്സവ വേദികളിൽ കപ്പടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, പണം കൊടുത്തിട്ടുള്ള ആ ഒരു പരിപാടിയിലേക്ക് മാറുന്ന, തരം താഴ്ന്ന രീതിയിലേക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനുമോൾക്ക് PR ഉണ്ട്, 50% ഉണ്ട്. അനീഷേട്ടന് PR ഉണ്ട്, 25% ഉണ്ടാവുള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് അനുമോളുടെ പേര് മാത്രമാണെന്നുള്ളതാണ്. അനുമോളുടെ റീച്ച് അത്രത്തോളം ഉണ്ടായിരുന്നു. അനുമോളെ അത്രമാത്രം ആളുകൾക്ക് അറിയാം, അത്രമാത്രം ആളുകൾക്ക് ഇഷ്ടമാണ്. അനീഷേട്ടൻ അത്രമാത്രം ആളുകൾക്ക് അറിയില്ല, അത്രമാത്രം ആളുകൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ആളുകൾക്ക് ഇഷ്ടമുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയെ പോലും അപമാനിക്കാത്ത, ഒരാളെ പോലും അനാവശ്യമായി തല്ലുണ്ടാക്കാത്ത, മോശം പറയാത്ത അക്ബർ ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നിങ്ങളൊരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല, ഒരാളെ പോലും തെറി വിളിച്ചിട്ടില്ല എന്നുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഈ ഒരു തോൽവി അത് അനീഷേട്ടൻ തീർച്ചയായിട്ടും അയാളത് സമ്മതിക്കുന്നു, തോറ്റു, അത്രയേ ഉള്ളൂ. നമ്മളത് സമ്മതിക്കുന്നു, അനീഷേട്ടൻ തോറ്റു, അനുമോള് ജയിച്ചു. അത് PR ജയിച്ചു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങളാണ് അവളുടെ PR എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ കഴിഞ്ഞു. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു മത്സരാർത്ഥി തന്നെ കപ്പടിച്ചിരിക്കുന്നു, കഴിഞ്ഞല്ലോ. ഇനി ഇതിനെക്കുറിച്ചിട്ടൊരു തെറിയഭിഷേകത്തിന്റെ ആവശ്യമില്ല, അത് അവസാനിച്ചു, കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ സീസൺ, അടുത്ത സീസണിനെ കുറിച്ച് അപ്പം നോക്കാം. അപ്പം ആരൊക്കെയാണ് തല്ലുണ്ടാക്കുന്നതൊക്കെ നോക്കാം.
ഇത് കഴിഞ്ഞ് ഒരുപാട് നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന, ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന നിമിഷങ്ങൾ തന്നുകൊണ്ട് ഈ ബിഗ് ബോസ് അവസാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു റൊട്ടീൻ ആയിരുന്നു ഇത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇത് കാണുന്ന ആളുകളുണ്ട്. ഞാൻ 24 hours കാണുന്ന ആളാണ്. എനിക്ക് ഏകദേശം ഇത് അവസാനിച്ച ലാസ്റ്റ് മൊമെന്റിൽ ഞാനൊക്കെ തകർന്നു പോയി എന്നുള്ളതാണ്. ഞാൻ ആകെ ഇല്ലാണ്ടായിപ്പോയി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 90 ദിവസം ഞാൻ ഇരുന്ന് കണ്ടിട്ടുള്ളത്. അത്രയും ദിവസം എൻ്റെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ്. കഴിഞ്ഞ സീസൺ പോലെയല്ല. കഴിഞ്ഞ സീസൺ ഞാൻ അത്ര ഒന്നും ഇരുന്ന് കണ്ടിട്ടില്ല. ഈ സീസൺ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ ടച്ച് അവരുമായിട്ട് എനിക്കുണ്ട്. ഞാനും ബിഗ് ബോസിനകത്തുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ലാലേട്ടൻ നമുക്ക് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് എന്ന് പറയുന്ന ആ സീനിൽ നമ്മുടെ ഹൃദയം ഒന്ന് തകർന്നില്ലേ? അതാണ്. അപ്പൊ അത്രമാത്രം അവിടുത്തെ മത്സരാർത്ഥികളും അറ്റ്മോസ്ഫിയറും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ ശബ്ദം പോയിക്കൊണ്ടിരിക്കുന്നു, കാരണം ഇത്ര നേരം ഞാൻ സംസാരിക്കുന്നത് 4.5 മണിക്കൂറോളായി ഇപ്പൊ ഏകദേശം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ അവസാനിച്ചു. പക്ഷെ നമ്മൾ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഇനിയും വരും. ഈ ബിഗ് ബോസ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ചർച്ച വരുമ്പോൾ സംസാരിക്കുള്ളൂ. അവരെന്തെങ്കിലും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്ത് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുത്തിപ്പൊക്കാതിരിക്കാൻ നമ്മൾ കൊണ്ട് കഴിയില്ല. കാരണം നമ്മൾ അതാണ് അത് തന്നെ. അപ്പോ വീണ്ടും കാണിക്കുന്നു, നമ്മുടെ ചാനൽ ഇത് നേടി. ഇനിയും നമുക്ക് ഒരുപാട് നേടിയെടുക്കാനുണ്ട്. എന്നും കട്ടക്ക് കൂടെ നിൽക്കുക, നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനുമോളം ഇഷ്ടമായതുപോലെ തന്നെ എനിക്ക് അനുമോളം ഇഷ്ടമായിരുന്നു. ഒരു സമയത്ത് അത് മാറിപ്പോയി, അനീഷിലേക്ക് ചുരുങ്ങി. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും പല രീതിയിൽ മാറി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ. സന്ദീപ് പോൾ സൈനിങ് ഓഫ്.